നിങ്ങൾ ഈ എതിർക്കുന്നത് ഒന്നിക്ക് കറാഹത്ത് അതിന്റെ പേരിലാകണം, അല്ലെങ്കിൽ ഹറാമായതിന്റെ പേരിലാകണം. ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട് വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്. സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. ഒരു മിനിറ്റ്, ആയത്ത് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇടപെടേണ്ടതുണ്ട്. ഒരു മുസ്ലിയാർ കുട്ടി ഒരു മുഖാമുഖം, ഇത് കുറച്ച് മുമ്പ് നടന്നതാണ്. അവിടെ മുജാഹിദ് വിഭാഗങ്ങൾ, സലഫി പ്രസ്ഥാനങ്ങൾ, അവർ നബിദിനം ആഘോഷിക്കുന്നതിനെ കണിശമായിട്ട് എതിർക്കാറുണ്ട്. നബിദിനം എന്നുള്ളത് അത് ബിദ്അത്താണ്, നിങ്ങളത് ചെയ്യരുത്. ഈ ആഘോഷം പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്. സ്വഹാബത്തിനോ താബീയങ്ങൾക്കോ താബീയങ്ങൾക്കോ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്ക് ഇമാമിയങ്ങൾക്ക് ആർക്കും തന്നെ അറിയാത്തതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ഇവരുടെ ഈ ഒരു വിഷയം ഇവിടെ നമ്മുടെ തമ്പനയിൽ നബിദിനം ആഘോഷിക്കുന്നവരോട് എന്നാണ്. ഞാനും അത് പണ്ട് കുറേ ആഘോഷിച്ചാണ്, ഇപ്പോൾ ആഘോഷിക്കാറില്ല. അപ്പോൾ മുജാഹിദികളോടാണ് ആ മുസ്ലിയാർ ചോദിക്കുന്നത്, ഇത് ആഘോഷിക്കുന്നത് തെറ്റാണ് എന്ന് ഞാനും പറയാറുണ്ടല്ലോ. അപ്പോൾ ആ മുജാഹിദുകളുടെ ഒപ്പം അങ്ങനെ കൂട്ടാം. ഓക്കെ, ഇത് വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ ഒരു മുഖാമുഖത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളത് ആഘോഷിക്കരുത് എന്ന് പറയുമ്പോൾ ഒന്നുകിലോ കറാഹത്താവണം അല്ലെങ്കിൽ ഹറാമാവണം. അത് സത്യമാണല്ലോ. അതിന് ഖുർആനിൻ്റെ ഒരു തെളിവ് എന്നാണ് ഇവിടെ മൗലിയാരൂട്ടി ചോദിച്ചത്. ഓക്കെ, അതിന് മുജാഹിദുകളായ വിസ്ഡം മുജാഹിദുകളുടെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഫൈസൽ മൗലവി, അദ്ദേഹമാണ് അതിന് മറുപടി പറയുന്നത്. അദ്ദേഹം ഈ ഞാൻ പറഞ്ഞ പോലെ കുറേ നബിദിനൊക്കെ ആഘോഷിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് സത്യം തിരിച്ചറിഞ്ഞ് ദഅവത്തിൻ്റെ മേഖലയിലേക്ക്, ഇസ്ലാഹിലേക്ക് ഒക്കെ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആഘോഷിക്കണ്ട എന്നുള്ളതിന് അദ്ദേഹം ആയത്ത് പറയുന്നുണ്ട്. ഈ മുസ്ലിയാർ കുട്ടി ഉണ്ടല്ലോ, ആഘോഷിക്കാം എന്നുള്ളതിന് ആയത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിന്തയിൽ വെക്കുക. എന്തായാലും ഫൈസൽ മൗലവി പറയുന്ന ആ ഒരു ആയത്തുണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ആയത്തുണ്ടോ? നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ പാടില്ലല്ലോ, ഇല്ലേ? നമുക്ക് പഠിക്കാം. ഇനി ആയത്തില്ലെങ്കിൽ കേട്ടോ വെക്കുക ഇൻഷാ അല്ലാഹ്. ആയത്ത് വേണം. നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ട് ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കൂക്കി വിടുന്നത് ഇവിടുന്ന്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സുദ്ദീഖുൽ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫ്ലെക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് കുറിക്കുന്ന ഏർപ്പാടില്ല, ഫുൾ ആയത്താവുന്നത്. പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവരെ ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടി ആഘോഷിക്കുക. എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ഇത് പാടില്ല ആയത്ത്. നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മമ്മൂമിയോട് പറയും, ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് നിസ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങളാ ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അല്ലാഹു ഖുർആനിൽ. അപ്പോ ഫൈസൽ മൗലവി പറഞ്ഞ ആ ഒരു ആയത്തിലെ ചെറിയൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്ത്? പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അത് മതത്തിൽ പുണ്യമായിക്കൊണ്ട്, ഒരു അമലായിക്കൊണ്ട്, ഒരു കാര്യമായിക്കൊണ്ട് കൊണ്ടു നടക്കുക. ആ ആയത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ആ ആയത്ത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഇനി ആയത്തുണ്ടോയെന്ന് ഇങ്ങോട്ട് ചോദിച്ചു വന്ന മുസ്ലിയാരോട് ഇത് ആഘോഷിക്കാൻ ആയത്തുണ്ടോയെന്ന് അദ്ദേഹം ചോദിച്ചില്ല. നമ്മൾ ചിന്തയിൽ വെച്ചിരിക്കുകയാണ്, എല്ലാവരും ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് ആഘോഷിച്ചിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആഘോഷിച്ചിട്ടുണ്ടോ? അലി ബിൻ അബി താലിബ് ആഘോഷിച്ചിട്ടുണ്ടോ? റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അതുപോലെ സ്വഹാബാക്കൾ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? നമുക്ക് ഖുർആനായത്ത് വേണ്ട, അവരാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തറാവീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അതിനുശേഷം റസൂലുള്ള തന്നെ അത് പിന്നീട് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർത്തി. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അതുപോലെ തന്നെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആ ഒരു കാര്യം പല ആളുകളും പല ഭാഗത്തായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടപ്പോൾ അതിനൊരു ഏകോപനം വരുത്താൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു? ജമാഅത്തായിട്ട് നിസ്കരിക്കുവാൻ 2 സ്വഹാബാക്കളെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള ജമാഅത്തായിട്ട് നിസ്കരിച്ചു, പിന്നെ നിർത്തിയാലോ? ഇനി റസൂലുള്ള അത് നിർത്തിയ സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ചെയ്യൂല എന്ന് ഏതെങ്കിലും ഒരു ഈ ഇസ്ലാമിൻ്റെ വക്താക്കളായ തൗഹീദ് പറയുന്ന
ബിദ്അത്ത് എടുക്കരുത് എന്ന് പറയുന്ന, ഈ നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആരെങ്കിലും തറാവീഹ് നിസ്കരിക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് മതി ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവർക്ക്, ഇത് മുജാഹിദീങ്ങൾക്ക് അത് മതി, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അത് മതി, ഇസ്ലാം ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് മതി. അതാണല്ലോ അല്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സ്വഹാബി ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മതി. അതില്ല അല്ലേ? എന്തോ ഇനിയും ഫൈസൽ മുസ്ലിയാർ പറയുന്നുണ്ട്. ഫൈസൽ മൗലവിയാണ്, മുസ്ലിയാരായിരുന്നു, ഇപ്പോൾ മൗലവി, ഒക്കെ കണക്കാണ്. മുസ്ലിയാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ലെവല് അത്രേ ഉള്ളൂ. അപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. പറയൂ സായ്. ജൂതന്മാർ പറഞ്ഞല്ലോ, അവർക്ക് റസൂലാനെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്ന പോലെ ഒരു നബിയെ അറിയാം, പക്ഷെ ഒരു അംഗീകരിച്ചില്ല. അപ്പാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹു റസൂലിന്റെ ഒരു മാതൃക വിഷയത്തിലില്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ആ മാതൃക ഉണ്ടോ അത് ദീനാവൂല, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്, ഞങ്ങളെ വകല്ല. ഞങ്ങളെ വക ഒരു പടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹ് പറയാ ദീന് പൂർത്തിയാക്കി, മൗലവിമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നുണ്ടാക്കാൻ പറ്റുന്നു. അതിനർത്ഥം എന്താ? നബി നമ്മളെ പറ്റിച്ചതല്ലേ? പഠിച്ചോ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെപ്പോലത്തെ മൗലവിമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീന് കാണൂല, എന്നാൽ പിൽക്കാലത്തുണ്ടായില്ല, എന്നാ പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നിമുരായ പ്രശ്നമല്ല. ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ലക്സങ്ങൾ വെച്ചത്? സ്വഹാബിമാരുടെ പേര് കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളുടെ പേര് കളവുകൾ വെച്ചില്ലേ, ഖുർആൻ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബി നമ്മൾ ആഘോഷിക്കാൻ തെളിവ്. മൗലവി കുന്തം മുണങ്ങിയ പോലെയാണ് പിന്നെ അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് തിരിച്ചൊന്നും ഇല്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മൗലവി എന്താണെന്നുള്ളത് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മൗലവിയെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. റഹ്മത്തുള്ളാഹി ഖാസിമി മൂപ്പര് വരേണ്ട മൗലിയാക്കന്മാർ എന്താണെന്നുള്ളത് അത് പറയാം. അതിന് മുമ്പേ ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഞാൻ ആ പോയിന്റ് എന്ന് നിങ്ങൾക്ക് കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ച ആ ഭാഗം, മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു വിഷയം, ഒരാൾ പറയുകയാണ് മതത്തിൽ പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ട്, അത് നിബിദിനമാവട്ടെ എന്തോ ആവട്ടെ, ഒരു അമല് പുണ്യം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഇത് ഹസനയാണ്, എറാഹ ഹസന എന്നാണ് പറഞ്ഞത്, ഇത് നല്ലതാണ്, നല്ല വിധത്താണ്. നമ്മളെ സിംസാറിലൊക്കെ ഉദവി പറഞ്ഞല്ലോ. അപ്പോൾ പല ആളുകളും അത് അവിടെ മുറിച്ചിക്കാണ് ഇവിടെ മുറിച്ചിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. ഒന്ന് കേട്ടോ കാണി. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ പലതവണ കേൾപ്പിച്ചാണ്, വിമർശനം വന്നുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. ഇത് റസൂലുള്ളയോ അല്ലെങ്കിൽ സ്വഹാബത്തോ അത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ശരി തന്നെയാണ് വെച്ചെങ്കിൽ അത് ബിദ്അത്താണെന്ന്. പിന്നീട് അദ്ദേഹം അതിന്റെ ബാക്കി കാണിക്കുന്നു പറഞ്ഞല്ലേ, ബാക്കി കേൾക്കി. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെയില്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെയില്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെയില്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. എന്തേ പറഞ്ഞത്? അവിടെ പറയുന്നത് അത് നല്ല ബിദ്അത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യറാഹ ഹസന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നല്ല കാര്യം, ആ ഒരു നന്മ അത് പറഞ്ഞു തരാതെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ഖാന റിസാല എന്നുള്ളതല്ല അവിടെ പറഞ്ഞത്. റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്, റസൂലായി നിയോഗിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ട്, അല്ലൗമ അക്മൽ ലക്കും ദീനക്കും വാത്മൻതു അലൈക്കും നിഅമതി വർളിയതു ലക്കും അൽ ഇസ്ലാം ദീന. നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാം പൂർണ്ണമായിട്ടും സംതൃപ്തപ്പെട്ട് തന്നിട്ടുണ്ട്, ഇനി അതിലേക്കൊന്നും കടന്നു വരാനില്ല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ച് ആളുകൾ ഇത് പുതിയ
പുതിയ നല്ല വിദഗ്ധാന്നും പറഞ്ഞിട്ട്, അത് പുത്തനാചാരമാണ് പക്ഷെ നല്ലതാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ റസൂലുള്ള ഈ ഒരു വിഷയം നമ്മെ പറഞ്ഞ് പഠിപ്പിച്ച് തരാണ്ട് പോയി എന്നല്ലേ? അല്ലെങ്കിൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ല, താബിയങ്ങൾക്ക് കിട്ടിയില്ല, താബിയങ്ങൾക്ക് കിട്ടിയില്ല, അത് കഴിഞ്ഞ് വന്ന മുസ്ലിം ഉമ്മത്തിന് കിട്ടിയില്ല, പിന്നെ ഇവിടെ 4-3-7 ആള് ഒരു ഏതോ ഒരാൾ ഏതോ സുബിക്കും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഏതെങ്കിലും പട്ടണം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അത് മതത്തിൽ പുണ്യമാണ്, അത് നല്ല ബിദഅത്താണ്, ഇറാഹ ഹസന, അത് നല്ലതാണ് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ റസൂലുള്ള റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ട് റസൂലുള്ള നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട പോയി എന്നല്ലട ചെങ്ങന്മാരെ അല്ലേ? ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. നമ്മൾ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ ഇവർ എന്തുകൊണ്ടാണ് ഇതിന് നടക്കണമെന്നുള്ളത് കേട്ടോളി സഹോദരന്മാരെ. ഞാൻ പറഞ്ഞല്ലോ ഓലക്കൂട്ടത്തിൽ തന്നെയല്ലേ പറഞ്ഞത്, എവിടേക്കേ കിടക്കണം, അതുകൊണ്ട് തെറ്റിയിരിക്കരുത്, ഒന്ന് ഇട്ടിക്കട്ടെ. പറഞ്ഞാണി ഖാസിമിയെ നിങ്ങൾ ഇടയ്ക്കേ നല്ലത് പറയലുള്ളൂ, അതൊരു 1.5 പറച്ചിലാവും. ഒരു തമാശക്കാരെന്നോട് പറഞ്ഞ് റബിയുല്ലവല് എൻ്റെ നാട്ടിലെങ്ങാനും റബിയുല്ലവൽ എന്നും മൗലൂദാണ് മൗലിയന്മാർക്ക്. എൻ്റെ നാട്ടിലെങ്ങാനും റബിയുല്ലവൽ മാസത്തിൽ റസൂള്ള വന്നാൽ ജനങ്ങളൊക്കെ റസൂള്ളാനെ കാണാനും പായും, മൗലിയന്മാരൊക്കെ മൗലൂദിനും പായും. കണ്ടില്ലേ എന്തുകൊണ്ടാണ് മൊയ്ലിയാക്കന്മാർ ഈ തോതിൽ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ തെളിവുണ്ടാക്കിക്കൊണ്ട് നടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൗലിയന്മാർ മൗലൂദിന് പായും, അവിടെ പാഞ്ഞാലേ ഓലിക്ക് നല്ലോണം മുണുങ്ങാൻ കിട്ടുള്ളൂ. കഴിക്കലാണല്ലോ, മൗലൂദ് കഴിക്കലാണ്, കുത്തുബിയത്ത് കഴിക്കലാണ്, കുത്താറാത്തീബ് കഴിക്കലാണ്, എല്ലാം കഴിച്ച് മുണുങ്ങലാണ്. അതുപോലെ പോക്കറ്റ് മണി കിട്ടുള്ളൂ, ബാങ്ക് ബാലൻസ് പോക്കറ്റ് നിറക്കാൻ പറ്റുള്ളൂ, ബാങ്ക് ബാലൻസ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ റസൂൽ അതൊരു ആലങ്കാരിക വാക്കാണ്. റസൂൽ തന്നെ വരുന്നൊന്നുമല്ല. ഒരു റസൂല് വരൂല എന്നും പറയാൻ പറ്റൂല. നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈസാ നബി ഇനിയും വരും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഇനി റസൂൽ ഒരിക്കൽ കൂടി വരിക എന്നുള്ളത് ഒരു ആലങ്കാരികമായിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മളത് അങ്ങനെ ഉൾക്കൊള്ളുക. റസൂലിന് വന്നു കഴിഞ്ഞാൽ അവിടെ മൗലിയന്മാരും മൗലൂദിന് പായും, റസൂലിനെ സ്നേഹിക്കുന്ന ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ബിദഅത്താന്ന് പറയുന്ന സാധുക്കൾ വിശ്വാസികൾ ഓലെന്ത് ചെയ്യും? നേരെ റസൂലിനെ കാണാൻ പായുന്നല്ലേ ഓടുന്നല്ലേ പറഞ്ഞത് റഹ്മത്തുള്ള ഖാസിമി വിശദീകരിക്കുന്നുണ്ട്, കേട്ടോക്കിയും. ഒരു തമാശക്കാരെന്നോട് എന്നാലും ചെല്ലുമ്പോ എൻ്റെ നാട്ടിലെങ്ങാനും റബിയുല്ലവൽ മാസത്തിൽ ലൂറുസ്കാരം കഴിഞ്ഞിട്ട് റസൂള്ള വന്നിറങ്ങിയാൽ നാട്ടേര് സാധുക്കൾ മുഴുവനും എന്തിനു പായും? റസൂലിനെ കാണാൻ പായും. മൂല്യന്മാരൊക്കെ മൗലൂദിന്. അതന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു തമാശക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു ആലങ്കാരികമായിട്ട് കണ്ടാൽ മതി, പക്ഷേ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നുള്ള. അതെന്താ അങ്ങനെ? അദ്ദേഹം തന്നെ പറയട്ടെ. എന്നല്ല, ഓൽക്കത് കഴിഞ്ഞാൽ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഞാൻ പറഞ്ഞു തന്നെയല്ലേ, ഓലിക്കത് കഴിഞ്ഞാലും നല്ലോണം മുണുങ്ങാനും കിട്ടും, നല്ല പൈസയും കിട്ടും. പഴയ പോലെ ഒന്നുമല്ല, 10-50 ഇപ്പം കൊടുക്കുക. ഇപ്പൊക്കെ വലിയ വലിയ നോട്ടുകളാണ്, കനപ്പെട്ട നോട്ടാണ്. കനം ഉണ്ടെങ്കിലേ ഒരു പിന്നെ അവിടേക്ക് ചെല്ലുള്ളൂ. അവരിൽ പെട്ടൊരു മുസ്ലിയാരല്ലേ ഇത് അല്ലേ? അദ്ദേഹം ആ സത്യം തന്നെയല്ലേ പറഞ്ഞത്? കുറച്ചും കൂടി കേൾക്കാം. അത് കഴിഞ്ഞാൽ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഇത് തമാശക്കാരെന്നോട് പറഞ്ഞാണ്, പക്ഷെ എന്നോട് പറഞ്ഞതാണ്. ആ തമാശക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആൾ പറഞ്ഞു. കുറ്റപ്പെടുത്തില്ല. ഇയാളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തിയില്ലേ? എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ലാതായി ഹബീബ റസൂലുള്ള. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കൽബില് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെയായി. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതാണ് അവരിൽപ്പെട്ട ഒരാൾ പറയുന്നത്, നമ്മൾ പറഞ്ഞതല്ല. അവരിൽപ്പെട്ട ആളുകൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ മുസ്ലിയാക്കന്മാരാണ് ഇതിൻ്റെയൊക്കെ എല്ലാ ഷെറും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയുന്നതല്ല, അവരിൽ നിന്ന് തന്നെയുള്ള ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ചേർക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് വിട്ടുപോകരുത്. അപ്പോൾ പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യം ഇതാണ്, മനസ്സിലാക്കുക. മുസ്ലിയാക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങേറായിട്ട് വിറ്റകളെ പൊട്ടപ്പോയത്വം കേട്ടിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്പത്തും അതുപോലെ നിങ്ങളുടെ ആഹാരവും കളഞ്ഞു കുളിക്കരുത് എന്നുള്ളതാണ്. പ്രവാചകനോട് സ്നേഹമുണ്ടോ? സ്നേഹിക്കണം. ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ എന്തൊരു കാര്യമാണോ പഠിപ്പിച്ചത് അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. ആ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചു തന്നത് അത്
അതേപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും അതുപോലെ മറ്റെല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യം പഠിപ്പിച്ചെന്നോ നബിദിനം പഠിപ്പിച്ചില്ല, എടുക്കൂലെന്നേ, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി വരും ദിവസങ്ങളിൽ മറ്റു വീഡിയോകളിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല നല്ല പള്ളിയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതൊക്കെ തച്ചു വെച്ചിട്ട് വഹാബികളായ അറബികളെ പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കി. അന്ന് തുടങ്ങിയ തല്ലാണ്, യമന്നാൾ വരെ തീരൂല. പുറത്തു പറയണ്ട, പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ്. സംഗതി കാര്യമാണ്. അത് വഹാബിയാണോ സുന്നിയാന്ന് നോക്കിയില്ല. വഹാബികളെ പറ്റൂലെങ്കിൽ വല്ല പൈസയും പറ്റൂലല്ലോ. നല്ല നല്ല നോക്കി പേടിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് വന്നാൽ മതി. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വേറെ കൂട്ടുകാർ വന്നോളൂ, നിങ്ങൾ വരാറുണ്ട്. വന്നിട്ടില്ലെങ്കിലും കൊറോണ കാലത്തും ഈ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് നിങ്ങളൊരു പൂലാനും ഇവിടെ ഉണ്ടായിട്ടില്ല. വഹാബികളെ പൈസ വാങ്ങിയിട്ട് ഒരു മാലിൽ ഞാൻ നിസ്കരിക്കാൻ കഴിയപ്പോൾ ഓല് കുറച്ച് ആളുകൾ കമ്മിറ്റിക്കാർ ഒറ്റ 2 ആളുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 5-5 ആളുണ്ട്. അപ്പോൾ വിളിച്ചു കൂട്ടിയതാണ് ഇറങ്ങിയപ്പോൾ ഉസ്താദെ പള്ളിന്റെ പണിയൊക്കെ അങ്ങോട്ട് അറബി പൈസ ഒന്നും അതൊക്കെ ഒപ്പിച്ചു. ഇനിയിപ്പോ രാവുലിന് ഒരാളെ കിട്ടണം. ഇവൽക്കൊക്കെ കോഴിക്കോട്ട് അങ്ങാടി കച്ചവടമുണ്ട്. നാട്ടുകാരെ പേര് പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവും, അവർക്കും ബേജാറാവും. പക്ഷെ നേരാണ്. ഒറ്റക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും ഏതാ മായല്ലേ. ഹൈവേയിലാണ് താമരശ്ശേരി കോഴിക്കോടിൻ്റെ ഇടയിലുള്ള ഹൈവേയിലുള്ള ഒരു പള്ളി. അങ്ങനെ കൂട്ടിക്കളി. അതിനപ്പുറം ക്ലൂ തരാൻ പറ്റൂല. താമരശ്ശേരി എന്നിട്ട് അറബിന്റെ പൈസയാണ്. ഇവർക്കൊക്കെ കോഴിക്കോട് വലിയ പൊടി കച്ചവടം. 10 സെന്റ് ഭൂമി എടുത്ത് മറിച്ചു വെച്ചാൽ അത് ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തിന് 25 ലക്ഷം ലാഭം ഉണ്ടാക്കണ മുതലാളിമാരാ കൂടുതലുണ്ട്. ലോലിനെ കാത്തിക്കാണ്. എന്തിന്? ഒരു നിലക്കത് നന്നായി. എന്തുകൊണ്ട്? ഇവർക്ക് തന്നെ ഉദാഹരണം ഉണ്ടാവും, ഞങ്ങളെ പൈസത്തിന് പറ്റൂല. ഞാൻ പറയുകയാണെങ്കിൽ ഇനി അവനൊരു അറബിനെ കിട്ടണം. നിങ്ങൾ ഏതെങ്കിലും വല്ല ഗൾഫിലോ മറ്റോ പോകുമ്പോൾ ഒരു അറബിനെ കിട്ടുകയാണെങ്കിൽ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഔലിന്റെ പണിയും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത്, കുറെ കാലം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന് വേറെ ആരെയും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നോക്കൂ നിങ്ങൾ, വഹാബികളുടെ പണം കൊണ്ടുവന്ന് സുന്നികൾ പള്ളിയെത്തി. അതെന്നെ അന്ന് തുടങ്ങിയതല്ല. പാർട്ടികളായി പിരിയ. ഇപ്പൊ തിരിഞ്ഞു, അയ്യൊന്ന് പിന്നെയും തിരിഞ്ഞുമെന്ന് കൂടി പിന്നെ തിരിഞ്ഞു, പിന്നെ തിരിഞ്ഞും കൂടി പിന്നെയും തിരിയും. നൂൽപുട്ട് പോലെയാണ് ആകുന്നത്. പുട്ടും നൂൽപുട്ടാണ് വ്യത്യാസമുണ്ട്. പുട്ടിന് തമ്മിൽ ഇഷ്ടമില്ലെങ്കിലും ഒരു തമ്മിൽ പശള്ളൊന്നുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുറത്ത് വരുമ്പോഴത്തേന് പിരിയും. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. നൂൽപുട്ട് സുന്നികൾ എന്ന് പറയും. ഇപ്പത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന്. പറ്റി പുട്ടായിരുന്നു. തമ്മിലൊക്കെ കാരണന്മാർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഉണ്ടാവില്ല. ഒക്കെ പുട്ട് നല്ല 2 ഭാഗത്തും നല്ല തേങ്ങട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നൂൽപുട്ടിനും പുതിയൊരു സാധനം ഉണ്ടാവും. നൂൽപുട്ട് എങ്ങനെയോ എന്തേ വഹാബികളെ പൈസ കൊണ്ട് പള്ളിയാറ്റി. ഇപ്പൊ ഓരോരുത്തരും പറയാണെങ്കിൽ ഓരോ കുറ്റം പറയണ്ട. ഒരു നിലക്ക് ശരിയാണ്. ഓരോ പള്ളിയോണ്ട് പൈസ കൊണ്ട് പള്ളിയേറ്റാണ്ട് ഓരോ കുറ്റം പറയാൻ അങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ മൂല്യമാര് പറയാണ് വഹാബികളെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങളെ മഹലിൽ നിന്ന് വിരിച്ചിട്ടു. എങ്ങനെ പിടിച്ചിട്ട് ഓരോ പള്ളിയുണ്ട്. കമ്മിറ്റിക്കാർ വന്ന നേരാ ഓരോ പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കിയതാണ്. ജാതി മേപ്പെട്ടൊന്നും നോക്കണ്ട. കാര്യമാണ്. ചിന്തിക്ക്.